ذات يوم رأى النبي صلى الله عليه وسلم رجلا يأكل بيده اليسرى. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ്. فأراد النبي صلى الله عليه وسلم أن يذكره بآداب الطعام. ആ സന്ദർഭത്തിൽ വിധങ്ങൾ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. فقال له صلى الله عليه وسلم വിധങ്ങൾ പറഞ്ഞു, കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫസ്തക്ബറ റജുലു, അയാൾക്കത് പിടിച്ചില്ല. വലം യൽതസിം ബിഅംരി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പനയെ സ്വീകരിക്കാൻ മനസ്സുണ്ടായില്ല. വഖാല ലാ അസ്തതി, അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാധിക്കുകയില്ല, എനിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. وهنا أدرك النبي صلى الله عليه وسلم أن الرجل لا يريد الامتثال لأمره. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞത് കേൾക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല. കാരണം വറഫദ അൻ യഅകുല ബിയദിഹി അൽയുംന ഇസ്തിക്ബാറ, അദ്ദേഹം വലത് കൈ കൊണ്ട് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് എൻ്റെ ആജ്ഞയെ തിരസ്കരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കിബറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി. فقال له النبي صلى الله عليه وسلم, അന്നേരം നബി തങ്ങൾ ഒരു പ്രാർത്ഥന, ലാ അസ്തതിയ, നബി നിനക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. സാധിക്കൂല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. ഫസ്തജാബ അല്ലാഹു ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ദുആക്ക് ഓൺ ദി സ്പോട്ടിൽ അല്ലാഹു തആല മറുപടി കൊടുത്തു. ഫശുല്ലത് യദുർ റജുൽ, ആ മനുഷ്യന്റെ കൈ അത് മരവിച്ചു പോയി, ആ വലത് കൈ മരവിച്ചു പോയി. വലം യസ്തതി അൻ യർഫഅഹ ഇലാ ഫമിഹി ബഅദ ദാലിക, പിന്നീട് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ വലത് കൈ പൊക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കണം എന്നതാണ്. അതുണ്ടായില്ല. ഒന്ന് അദ്ദേഹത്തിന്റെ കിബറാണ്. അപ്പൊ കിബർ നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. കിബർ നടിച്ചാൽ ചിലപ്പോൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ അതിന്റെ ശിക്ഷ കിട്ടിപ്പോകും. അപ്പൊ കിബർ നടിക്കാൻ പാടില്ല. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം അത് മറ്റൊരു ഹദീസിൽ കാണാം. ഇദാ അകല അഹദുക്കും ഫല്യഅകുൽ ബിയമീനി, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ടേ കഴിക്കാവൂ. വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനി, കുടിക്കുകയാണെങ്കിൽ വലത് കൈയിലായിരിക്കും നിങ്ങൾ പാനപാത്രം പിടിക്കേണ്ടത്. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി, നബി തങ്ങൾ പറയാം, പിശാചാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതെന്ന്, കഴിക്കുന്നത്. വയശ്റബു ബിശിമാലിഹി, പിശാചാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വലത് കൈ കൊണ്ടായിരിക്കണം അപ്പോൾ കുടിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മര്യാദയാണ് വലത് കൈ കൊണ്ട് കഴിക്കുക. എന്തെങ്കിലും കുടിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് കുടിക്കുക എന്ന് നമ്മളിൽ പല ആളുകളും പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു വിഷയം അല്ലെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചായ ഗ്ലാസ് ഇവിടെ ആയിരിക്കും, ഇടത് കൈയിലായിരിക്കും അല്ലെ. സദ്യ കൊണ്ടുമ്പോ ഇടത് കൈയിലാണ് ഗ്ലാസ്. ചില ആളുകൾ പറയും അതിന്മേ ഭക്ഷണത്തിന്റെ ഇതൊക്കെ പറ്റിപ്പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിലൊക്കെ പുരണ്ടു പോകുന്നില്ലേ? അവിടെ ഇല്ലാത്തൊരു പ്രശ്നം ഈ ഗ്ലാസ്സിൽ മാത്രമാകുമ്പോ എന്താ? ഇനിയിപ്പോ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ആ സമയത്തൊന്ന് കൈ ഉറിഞ്ചിയിട്ട് ആ കൈ പിടിക്കണം. വലത് കൈ കൊണ്ട് തന്നെ ആയിരിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കും. ചെറുപ്പത്തിലെ ചെറിയ കുട്ടികൾക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾ അവരിങ്ങനെ സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പ്രായമായി ഇങ്ങനെ വരുന്ന ആ സമയത്ത് അവരെ ഇടത് കൈ കൊണ്ടായിരിക്കും കഴിക്കുക. പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എപ്പോഴും നമ്മൾ വലത് കൈ കൊണ്ട് എടുക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ചെറുപ്പത്തിലേ ശീലിക്കേണ്ടതാണ്, ഭക്ഷണത്തിന്റെ മര്യാദകളൊക്കെ. എന്നാൽ ജീവിതാന്ത്യം വരെ ഉണ്ടാവും. കാരണം ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ വരുന്നതാണ്. ഇന്നലെ പറഞ്ഞതുപോലെ ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് എപ്പോ ഇടത് കൈ കൊണ്ട് അവനെടുത്താലും അവനെടുക്കരുത്, ശൈത്താൻ കഴിക്കുന്ന കേട്ടോ, ശൈത്താനാണ് അങ്ങനെ കഴിക്കുക. അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ശൈത്താൻ കഴിക്കും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മളെ കുട്ടികൾ നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റഹീമായ റബ്ബ് ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ൽ സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ പ്രദാനം ചെയ്യണേ അല്ലാഹ്.
അല്ലാഹുവരൊക്കെ മരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാന കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാവലേകണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ആയുരാരോഗ്യത്തോടെ ആഫിയത്തോടെയുള്ള ദീർഘായുഷ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഇന്ന് സുബഹ് ജമാഅത്തിനെത്തി ഇവിടെ ക്ലാസ് കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. നല്ല ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിൽ വിശാലത ചെയ്യണേ അല്ലാഹ്. രോഗികളുണ്ട്, എത്രയും പെട്ടെന്ന് ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. കടങ്ങളുണ്ട്, വീട്ടാനുള്ള സ്രോതസ് തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദറുകളായി വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലിക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.